നമുക്ക് ഡിപ്രീസിയേഷൻ്റെ കാൽക്കുലേഷനും മെഷീനറി അക്കൗണ്ടുമാണ് അടുത്ത ഒരു പ്രോബ്ലത്തിലൂടെ ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കിയത് ഇതാണ് ഒരു പ്രോബ്ലം. ഈ പ്രോബ്ലത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്നാണ് അക്കൗണ്ടിങ് ഇയർ തുടങ്ങുന്നതും എന്നാണ് അവസാനിക്കുന്നതെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ജാനുവരി തുടങ്ങി ഡിസംബറിലാണ് ഈ പറയുന്ന ബുക്സ് ക്ലോസ് ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധ വേണം. ഇതിനകത്ത് 2 മെഷീനറിയുടെ കാര്യം പറയുന്നുണ്ട്. അതിൽ ഒരു മെഷീനറി പർച്ചേസ് ചെയ്തത് ജാനുവരി മാസം 1-ാം തീയതിയിലും രണ്ടാമത്തെ മെഷീൻ പർച്ചേസ് ചെയ്യുന്നത് 31 മാർച്ചിലുമാണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ്റെ കാൽക്കുലേഷൻ നടക്കുന്ന സമയത്ത് ഈ മെഷീനറി പർച്ചേസ് ചെയ്ത തീയതി ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. നമുക്ക് സാധാരണഗതിയിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇതേപോലൊരു പ്രോബ്ലം വന്നാൽ ഒരു ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ടേബിൾ ഈ രൂപത്തിൽ തയ്യാറാക്കണമെന്നാണ്. ഈ രീതിയിൽ തയ്യാറാക്കാതെ നേരിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാവുന്നതാണ്, പ്രശ്നമില്ല. പക്ഷേ ഈ രീതിയിൽ തയ്യാറാക്കി വെച്ചാൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. ഇവിടെ നമ്മൾ നോക്കിയ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ 2020 50,000 രൂപയുടെ ഡിപ്രീസിയേഷനാണ്. 10% 5,000 രൂപ, ബാക്കി 45,000 രൂപ. ദെൻ 2021 ആകുമ്പോൾ 45,000-ൻ്റെ 10%. അതായത് ഓരോ വർഷവും ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷൻ കുറച്ചതിന് ശേഷമുള്ള മെഷീനറിയുടെ വില എത്രയാണോ അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ആയിരിക്കും ഡിപ്രീസിയേഷൻ. ഇവിടെ 10%-മാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. 2022 നമുക്ക് 40,500 രൂപയുടെ മെഷീനറിയുടെ 10%. മാത്രമല്ല 2022 അഡീഷണൽ ആയിട്ടൊരു മെഷീനറി പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതാകട്ടെ 31 മാർച്ചിലാണ് അത് പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 9 മാസത്തെ ഡിപ്രീസിയേഷനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 9 മാസത്തെ ഡിപ്രീസിയേഷൻ. അങ്ങനെ രണ്ടും കൂടി നോക്കുമ്പോൾ 6,300 രൂപയാണ് ആ വർഷത്തെ ഡിപ്രീസിയേഷൻ. സോ കുറച്ചതിന് ശേഷം അപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ടോട്ടൽ അസറ്റ് എന്ന് പറയുമ്പോൾ 70,500 ആയി. അതായത് 40,500 പ്ലസ് 30,000. അതിൽ നിന്ന് 6,300 കുറച്ചാൽ ബാക്കി 64,200 രൂപയാണ്. 2023 64,200-ൻ്റെ 10%. ഇങ്ങനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ തയ്യാറാക്കേണ്ടത്. ഈ ഒരു ഡിപ്രീസിയേഷൻ ടേബിൾ വെച്ചുകൊണ്ട് നമുക്കൊരു മെഷീനറി അക്കൗണ്ട് തയ്യാറാക്കാവുന്നതാണ്. ഇതുപോലെ ഈ ഒരു ടേബിൾ നമ്മൾ ഓൾറെഡി തയ്യാറാക്കിയത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഇപ്പം മെഷീനറി അക്കൗണ്ടിൽ ഓപ്പണിംഗ് നമ്മൾ ക്യാഷ് മെഷീനറി പർച്ചേസ് ചെയ്യുന്നു, അതാണ് ടു ബാങ്ക് 50,000 രൂപ. ആ വർഷത്തിൻ്റെ അവസാനം ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യുന്നു 5,000 രൂപ. അപ്പോൾ ആ വർഷത്തെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് 45,000 രൂപ. അടുത്തത് ആ ബാലൻസ് തന്നെ ഓപ്പണിംഗ് ബാലൻസ് ആകുമ്പോൾ 45,000. ആ വർഷം അവസാനം ഡിപ്രീസിയേഷൻ 4,500 രൂപ. നമ്മളത് ബാലൻസ് ചെയ്യും. 45,000 4,500 കുറച്ചിട്ട് ബാക്കി 40,500 രൂപ. ദെൻ 2022 40,500 രൂപ കൂടാതെ ആ മാസം മാർച്ച് മാസം 30,000 രൂപയുടെ മറ്റൊരു അസറ്റ് കൂടി നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. സോ ആ വർഷത്തിൻ്റെ അവസാനം ഡിപ്രീസിയേഷൻ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വച്ചിരിപ്പുണ്ട് 6,300 രൂപ ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്തു. ദെൻ 2023 ഓപ്പണിംഗ് ബാലൻസ് 64,200. നോക്കൂ, ആ വർഷത്തെ ഡിപ്രീസിയേഷൻ 6,420. സോ ബാലൻസ് 57,780 രൂപ. ഈ പ്രോബ്ലം ഇങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇതുപോലൊരു പ്രോബ്ലം ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നോക്കി പഠിച്ചു വയ്ക്കുക. ഓക്കെ, താങ്ക് യു.